എല്ലാവരെയും ദൈവം ഈ ശുശ്രൂഷകൾ കൂടി വീണ്ടും ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ വരുവാനുള്ള മുഖാന്തിരം വാത്സല്യ മാന്യ സഹോദരി സൂസന്റെ തിരുവല്ലായിലെ വെള്ളാപ്പള്ളി ഭവനത്തിലാണ് ഞാൻ ഇപ്പോൾ പാർക്കുന്നത്. ഫാദർ ലോയും മദർ ലോയും പ്രിയ അലിസമാമ ഇവിടെ ഉണ്ട്. ചെറിയാച്ചാൻ ശാരീരിക ക്ഷീണം കൊണ്ട് ഭവനത്തിലായിരിക്കുന്നു. അവർക്ക് വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുവാനും സഭയായിട്ടും വ്യക്തിപരമായിട്ടും ദൈവം കൃപ നൽകുന്നു. ഇന്ന് ഇവിടെ വരാൻ പറ്റാത്ത തടസ്സമുണ്ടായിരുന്ന പാസ്റ്റർ എം ജോൺസൺ അവർക്ക് ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടു. തന്റെ ഭൗതിക അവിടെ ശുശ്രൂഷയിൽ മറവ് ചെയ്യുന്ന സമയമാണ്. അവിടെ നിന്ന് കയറി ഞാൻ ഇന്നലെ ചെറിയ ചായനെ സമയം കണ്ടം പറഞ്ഞു വരുമെന്ന് ഉറപ്പ് പറയുന്നില്ല, എങ്കിലും നോക്കട്ടെ. ഇതിന് ശേഷമായിട്ട് 1 മണിക്ക് കോട്ടയത്ത് എത്തേണ്ടതുണ്ട്. എങ്കിലും ചിന്തിക്കുന്നത് വിരുന്ന് വീട്ടിൽ പോകുന്നതിനേക്കാൾ വിലാപഭവനത്തിൽ പോകുന്നത്, അതാ സകല മനുഷ്യരുടെ അവസാനം. അവിടെ ഈ മാതാവ് സാക്ഷ്യം പുലർത്തി ജീവിച്ചു. വിശേഷിച്ച് ഏറെ മണിക്കൂറുകൾ പ്രാർത്ഥനയിൽ പോരാടുവാനെല്ലാം ദൈവം കൃപ കൊടുത്ത നല്ല മാതൃകയാണ്. മക്കളെല്ലാവരും ആ മാതൃക പിന്തുടരണം. 4 മണിക്കൂർ ഒത്തില്ലെങ്കിലും കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും പ്രാർത്ഥിക്കണം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദീർഘമാകുന്നില്ല. ഒരു വാക്യം വായിച്ച് 1-2 കാര്യങ്ങൾ പറഞ്ഞ് കടന്നു പോകുന്നു. നമുക്കെല്ലാം വളരെ പരിചിതമായ വാക്യമാണ്. ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് 1-ാം അധ്യായത്തിന്റെ 21 എല്ലാവർക്കും മനഃപാഠമാണ്. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും ആകും. മരണം ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയാണ്. പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഒരു ദിവസം ഈ അമ്മ കിടക്കുന്നത് പോലെ കർത്താവിന്റെ വരവ് താമസിച്ചാൽ നാമും ഇങ്ങനെ കിടക്കേണ്ടവരാ, കടന്നുപോകും. ദാവീദ് തന്റെ മകൻ ശലോമോനോട് പറഞ്ഞൊരു കാര്യമുണ്ട് മരണത്തിന് മുമ്പ്. മോനെ, പിതാക്കന്മാര് കടന്നു പോകുന്ന വഴി കൂടെ ഞാൻ പോവുക, എല്ലാവരും മരിക്കും. ഞാൻ ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് ഈ മാർഗത്തിൽ വന്നപ്പോ നാമം ജപിക്കുമ്പോൾ ഇങ്ങനൊരു ഭാഗമുണ്ട്. ഹൈന്ദവർക്കറിയാം. കുന്നുകൾ പോലെ ധനമുണ്ടാകല് ഇന്ദ്രന് സമമായി വാണിയിടുകയിൽ ഒന്നുരിയാടുവത് ഇന്നിട കിട്ടാ വന്നാൽ യമഭടർ നാരായണനെയാണ്. പെന്തിക്കോസുകാർക്ക് ചിലപ്പോൾ ഞാനത് ചൊല്ലുമ്പം ബന്ധനമാണെന്ന് പറഞ്ഞു കഴിയും. ആ വാചകത്തിനകത്തൊരു നല്ല പ്രയോഗമാണ്. കുന്നുകൾ പോലെ ധനമുണ്ടാകലും ഇന്ദ്രന് സമമായി വാണിയിടലിലും ഒന്നുരിയാടുവാൻ ഇട കിട്ടുകയില്ല. മരണം വന്ന അറസ്റ്റ് ചെയ്യുമ്പോൾ ഒരക്ഷരം മിണ്ടാൻ ഇരിക്കുകയല്ല. അപ്പൊ മരണം എല്ലാവരെയും പിടികൂടും. മൂത്താമാക്കൽ ഉപദേശി പാടിയ പാട്ട് നിങ്ങൾക്കെല്ലാം, കൊട്ടാരമായാലും വിട്ടേ മതിയാവും കോട്ടയ്ക്കകത്തേക്കും മൃത്യു ചെല്ലും. 10,000 നില പൊക്കി പണിഞ്ഞാൽ അതിനുള്ളിലും മൃത്യു കയറി ചെല്ലും. പണ്ഡിതനെന്നോ പാവനെന്നോ കുചേലനെന്നോ കുബേരനെന്നോ അല്ലെങ്കിൽ കരിവുള്ളവനെന്നോ മികവ് കുറഞ്ഞവനെന്നൊന്നും വകഭേദമില്ല. ഏത് സമയത്തും ആരെയും വന്ന് പിടികൂടും. തോട്ടത്തിൽ മേരി ബെനിഞ്ഞയുടെ കവിത സ്കൂളിൽ പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഒരിക്കലും ഈ ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞ് നാം തിരിക്കണം വിസമ്മതങ്ങളൊന്നും. മരണം എന്ന് പഠിക്കുമ്പം ഇപ്പം മരിയാലെന്ന് പറയാനൊക്കത്തില്ല. നമ്മളെല്ലാം ഇവിടെ പ്രത്യാശയോടിരിക്കുന്നു. വീട്ടിൽ ചെല്ലുമെന്ന് ആർക്കും ഉറപ്പ് പറയാനൊക്കത്തില്ല. നേരെ മോർച്ചറിലിട്ടാണോ എന്ന് അങ്ങനെ അറിയുന്നു. ഇരിപ്പ് കണ്ടാൽ അങ്ങനെയുള്ള ചിന്തയല്ല പലർക്കും. എന്നാൽ ഏത് സമയത്തും പടുക്കളെന്ന് പേരെടുത്ത പൂർവിക പ്രമാണികൾ കൊടുക്കുമെന്ന് സംഭവിച്ച് കേട്ടുകേൾവിയില്ലവോ. സമർത്ഥനായ സീസറും പ്രശസ്തനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി. പ്രസംഗിക്കുന്ന ഞാനും മരിക്കും, കേൾക്കുന്ന നിങ്ങളും മരിക്കും. എന്നാൽ മരണത്തിന്റെ തണുത്ത കരം വന്ന് തലോടുന്നതിന് മുമ്പ് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. അതാ സകല മനുഷ്യർക്കും. യേശു ക്രിസ്തു ഒരു വിഭാഗത്തിന്റെ ദൈവമല്ല, മുഴു ലോകത്തിന്റെ ദൈവമാണ്. ഏത് മതത്തിലും കുലത്തിലും കുടുംബത്തിലും നിറത്തിലും നിലവാരത്തിൽപ്പെട്ടവർക്കും ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കാം. അപ്പോൾ ഏത് സമയത്തും മരണം പിടികൂടും. അതിനു മുമ്പ് ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. ഈ അമ്മ അത് അനുഭവിച്ച് രുചിച്ച് മനസ്സിലാക്കി താൻ പ്രിയം വെച്ച കർത്താവിനെ സന്നിധിച്ചോ. അതെ, ഞാന് ദീർഘമാക്കുന്നില്ല. വായിച്ച വാക്യത്തിന്റെ 2 കാര്യങ്ങള്. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും. പൗലോസ് പറയുകയാണ് മരിക്കുന്നത് ലാഭമാണ്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മനിറവിനെ പ്രാപിച്ച്
വേർപാടും വിശുദ്ധിയും കാത്ത് ജീവിക്കുന്ന ദൈവവൈതലിനാണ് മരണം ലാഭം. അവൾക്ക് ലാഭം. അതെന്താ ഈ മരണം ലാഭമാകാൻ കാര്യം? 3 കാര്യം. ഒന്ന്, ഈ ശരീരം മാറി ഒരു പുത്തൻ ശരീരം നമുക്ക് കിട്ടും. അതുകൊണ്ട് ഇത് ലാഭമാണ്. ഈ ശരീരം ബലഹീനതയുള്ള ശരീരമാണ്, താഴ്ചയുള്ള ശരീരമാണ്, രോഗം പിടികൂടുന്ന ശരീരമാണ്, ബലഹീനതയാണ്. നമുക്ക് എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ മറ്റ് പ്രയാസങ്ങളുണ്ട്. എന്നാൽ മരണത്തിന് ശേഷം ഈ താഴ്ചയുള്ള ശരീരം മാറും, ഒരു പുത്തൻ ശരീരം നമുക്ക് ലഭിക്കും. പൗലോസ് പറഞ്ഞ വാക്യം നിങ്ങൾക്കെല്ലാം മനപാഠമാണ്. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും മർത്യമായത് അമർത്യത്വം ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും മർത്യമായത് അമർത്യത്വം ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നതുള്ള വചനം നിവൃത്തിയാകും. സകല മാംസവും ഒരുപോലുള്ള മാംസമല്ല. പക്ഷികളുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസം വേറെ, മൃഗങ്ങളുടെ മാംസം വേറെ. ഭൗമശരീരങ്ങളുമുണ്ട്, സ്വർഗീയ ശരീരമുണ്ട്. ഭൗമശരീരങ്ങളുടെ തേജസ് വേറെ, സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ട്. അടുത്ത വാക്യം, മരിച്ചവരുടെ പുനരുത്ഥാനം ആവണം. ഈ ശരീരം മാറി ഒരു പുത്തൻ ശരീരം കിട്ടും. അതുകൊണ്ട് മരണം ഒരു ദൈവവൈതലിന് ലാഭമാണ്. 2, മരണം ലാഭമാകാൻ കാരണം നാം ഇപ്പോൾ ചുരുക്കം വിശുദ്ധന്മാരുമായിട്ടാണ് ഈ ഭൂമിയിൽ ദൈവത്തെ ആരാധിക്കുന്നത്. ഇവിടെ ഈ ദേശത്ത് 10 ഏക്കർ കുറച്ച് പേര്, പുനലൂര് ടൗണിൽ കുറച്ച് പേര്, അടൂര് കുറച്ച് പേര്, കാവാനത്ത് കുറച്ച് പേര്, തിരുവല്ലായി കുറച്ച് പേര്, തിരുവനന്തപുരത്ത് കുറച്ച് പേരല്ല, കുറെ. അതിൽ തന്നെ എല്ലാവരും ഒന്നും വിശുദ്ധരുമല്ല. കുടിയനുണ്ട്, വെറിയനുണ്ട്, അതിരുവാന്തിയുണ്ട്, അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാത്തവനുണ്ട്, സഹോദരങ്ങളുണ്ട്. അതിനെല്ലാം സഭയിലെ മെമ്പറുവാ. ചിലപ്പോൾ അവനായിരിക്കും കർത്തൃമേശയായിട്ട് നടക്കുന്നത്. സ്തോത്രം. അപ്പനെ അമ്മയെ അന്വേഷിക്കാത്തവരുണ്ട്, സഹോദരങ്ങളോട് മിണ്ടാത്തവരുണ്ട്, അയലത്തുകാരുമായിട്ട് ഉടക്കുണ്ടാക്കി അതിര് തർക്കം, എല്ലാവരും മേളിൽ പോകാനിരിക്കുക. പക്ഷെ പൊതുവിൽ ഇവരെല്ലാം സഭയെ വരും, എല്ലാവരും ഒന്നും ഗുണപ്പെട്ടതല്ല. അപ്പം ചുരുക്കം വിശുദ്ധന്മാർ. ഞാൻ നിങ്ങൾ ഈ ഭൂമിയിലെ കുറച്ച് വിശുദ്ധന്മാരുമായിട്ടായി സംസർഗവും സഹവാസവും. എന്നാൽ മരണം ലാഭകരമാകാനുള്ളതിന്റെ 2ാമത്തെ കാരണം അവിടെ ഇവിടെയും എവിടെയും കുറച്ച് വിശുദ്ധന്മാർ. എന്നാൽ മരണത്തിന് ശേഷം കോടി വിശുദ്ധന്മാരുടെ സദസ്സിലോട്ടാണ് ചെല്ലുന്നത്. അതുകൊണ്ട് മരണം ഒരു ദൈവവൈതലിന് ലാഭമാണ്. 3, മരണം ലാഭമാകാൻ കാരണം ഞാനും നിങ്ങളുമെല്ലാം യേശു ക്രിസ്തുവിനെ വിശ്വാസ കണ്ണാലായി ഇപ്പൊ കാണുന്നത്. ഇവിടെ ഇരിക്കുന്ന ആരും യേശുവിനെ നേരിട്ട് കണ്ടിട്ടില്ല. ചിലരെ സാക്ഷ്യത്തിലൊക്കെ കൺവെൻഷൻ വേദികളിലും സഭായോഗത്തിലും ഒക്കെ ചില സഹോദരിമാരും അമ്മമാരും പാസ്റ്റേഴ്സും ഒക്കെ പറയും, ഞാൻ കർത്താവിനെ വ്യക്തമായിട്ട് കണ്ടു. ചുമ്മാ പറയാന്നതാ, ആരും കണ്ടിട്ടില്ല, വെറുതെ പറയാന്നതാ. പിന്നെ മറുവശം, യേശുവിനെ നേരിട്ട് കണ്ടാൽ സ്വഭാവം മാറുമല്ലോ. മാറില്ല. യേശുവിനെ കണ്ടെന്ന് പറഞ്ഞിട്ട് സ്വന്തം സഹോദരനായിട്ട് മിണ്ടുന്നില്ലല്ലോ. അപ്പൊ നീ യേശുവിനെ അല്ല കണ്ട, വല്ല മിണ്ടിപാട് കണ്ടതാ. യേശുവിനെ ഞാൻ പെട്ടെന്ന് പൊക്കോളാം, പെട്ടെന്ന് പറഞ്ഞു പൊക്കോളാം, എന്നാലും ഗുണമാകുന്നെങ്കിൽ ഗുണമാകട്ടെന്ന് ഓർത്താ. അവിടുത്തെ കണ്ടു കഴിഞ്ഞാൽ, അവിടുത്തെ രുചിച്ചു കഴിഞ്ഞാൽ സ്വഭാവത്തിന് മാറ്റം വരും. അപ്പോൾ നാം ഇപ്പോൾ വിശ്വാസ കണ്ണാൽ യേശുവിനെ കാണുക. എന്നാൽ ഈ മരണം ലാഭകരമാകാൻ കാരണം നാം ഇത് കഴിഞ്ഞ ശേഷം അവിടുത്തെ നേരിട്ട് കാണാൻ പോവാ. സ്തോത്രം. അവിടുത്തോട് കൂടെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ. അതുകൊണ്ട് ഇത് ലാഭം. അപ്പോൾ മരണം ലാഭമാകാൻ 3 കാര്യം. ഇനി അടുത്ത ഭാഗം പൗലോസ് പറയാ, ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടി. ഞാൻ വാക്യങ്ങൾ എടുപ്പിക്കുന്നില്ല, അധ്യായത്തിൽ തന്നെ കിടപ്പുണ്ട്. ജീവിക്കുന്നത് ക്രിസ്തു. ഇനി ഞാൻ നിങ്ങൾ ഈ ഭൂമിയിൽ എത്ര വർഷം ജീവിക്കുന്ന ആർക്ക് നിർണ്ണയിക്കാൻ ഒക്കത്തില്ല. ചിലരുടെ ഇരിപ്പ് കണ്ടാൽ ഒരു 50 കൊല്ലം കൂടി ഇരിക്കുമെന്നും പറഞ്ഞ, ചിലരുടെ ഇരിപ്പ് കണ്ടാൽ ഒരാഴ്ച തയ്ക്കുകയല്ല പാസ്റ്ററെ. അല്ല, ഇങ്ങോട്ടോ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് അന്ന് തോന്നുക, അറിയത്തില്ല ഞാൻ ഇനി എത്ര ദിവസം ജീവിക്കും, നിങ്ങൾ എത്ര ദിവസം ജീവിക്കും, നമുക്ക് ആർക്കും നിർണ്ണയിക്കാൻ ഒക്കത്തില്ല. പക്ഷേ ഇനി ദൈവം നമുക്ക് തരുന്ന ഈ ആയുസ് എന്തിനു വേണ്ടി ഉപയോഗിക്കണം? ആ ലേഖനത്തിലുണ്ട്, ഞാൻ വാക്യം കണ്ടിപ്പിക്കുന്നില്ല, അതിന്റെ മുകളിൽ കിടപ്പുണ്ട്. ജീവനാലാകട്ടെ മരണത്താലാകട്ടെ ഈ ശരീരത്തിൽ യേശു ക്രിസ്തു മഹിമപ്പെടണം. എങ്ങനെ? ഇനി ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ക്രിസ്തു മഹിമപ്പെടണം എന്ന് പറഞ്ഞാൽ, ഇനി നിന്റെ ശരീരം മദ്യപാനത്തിനും വെറുക്കൂട്ടിനും പുകവലിക്കും ലഹരി പദാർത്ഥത്തിനും പാപകൃതികൾക്കും വിനിയോഗിക്കരുത്. ദൈവനാമം നമ്മുടെ ശരീരത്തിൽ കൂടി മഹത്വപ്പെടണം. അതിനായി ഈ ഭൂമിയിൽ എന്നെ നിങ്ങൾ എന്തെയോ ആക്കിയിരിക്കുന്നത്. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ താങ്കൾക്കുള്ളതല്ല. അതുകൊണ്ട് ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. അപ്പോൾ 1, ജീവിക്കുന്നത് ഇനിയുള്ള കാലം നമ്മുടെ ശരീരത്തിൽ ക്രിസ്തു മഹിമപ്പെടണം. വലിച്ചു വിട്ട് നടക്കരുത്. യേശു മഹിമപ്പെടണം. അടിച്ച് കിറിഞ്ഞി ഇപ്പൊ പെന്തക്കോസുകാരും ഒക്കെ കുടിക്കുന്നവരുണ്ട്.
സഭയിലുമൊക്കെ ശനിയാഴ്ച കുടിക്കുക, കാരണം ഞായറാഴ്ച ആരാധനയ്ക്ക് വരുന്നത് കൊണ്ട്. എല്ലാവരുടെയും കാര്യമല്ല. നിങ്ങളിപ്പോ പറയാ പാസ്റ്റർ എന്തിനാ ഇതൊക്കെ പറയുന്നത്? നമ്മളെക്കാൾ നന്നായിട്ട് നാട്ടുകാർക്ക് അറിയാൻ കാര്യമില്ല. പിന്നെ പറഞ്ഞില്ലെങ്കിൽ പറയാം, എന്നാലും അവരാരും ഇതൊന്നും പറയുന്നില്ലായിരുന്നു. ഒരാൾ പറയാൻ വേണ്ട, നിങ്ങളാരും പറയണ്ട, ഞാൻ അതിന്റെ പരുവത്തിന് കൈകാര്യം ചെയ്യാം. അപ്പൊ ശ്രദ്ധിക്കില്ല, നിങ്ങളാരും പറഞ്ഞാൽ സഭയിൽ നിന്ന് ട്രാൻസ്ഫർ തരും, ഇല്ല പിന്നെ പ്രശ്നം ഉണ്ടാകാം. ഞാൻ അതിന്റെ പരുവത്തിന് പറഞ്ഞു പൊക്കോളാം. അപ്പൊ ശ്രദ്ധിക്കുക, ഈ ശരീരം ദൈവനാമം മഹത്വപ്പെടണം. നമ്മുടെ ശരീരം കൊണ്ട് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ താണ്ടാങ്ങൾക്കുള്ളവരല്ല, ആരുകൊണ്ട് ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. അതെ, അതിനായി ഭൂമിയിൽ നമ്മളെ ആക്കിയത്. 2, ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടി എന്ന് പറയാൻ അവിടെ എഴുതിയിട്ടുണ്ട്. വേലയ്ക്ക് ഫലം ഉണ്ടാകണം. അതിനാണ് നമുക്ക് ഇനി ആയുസ് ദൈവം തരുന്നത്. അവസരം കിട്ടിയാൽ സുവിശേഷം അറിയിക്കണം, ലഘുലേഖ കൊടുക്കണം, ഒക്കുന്നെങ്കിൽ വീടുകളിൽ ക്ഷണിക്കുന്നെങ്കിൽ പോയി പ്രാർത്ഥിക്കണം. യേശുവിനെ എല്ലാവരോടും പറയണം. യേശു മാത്രം ഏക രക്ഷകൻ, യേശു ക്രിസ്തു മാത്രം സത്യദൈവം, യേശു ക്രിസ്തു മാത്രം ജീവനുള്ള ദൈവം, യേശു ക്രിസ്തു മാത്രമാണ് ദൈവം, യേശു ക്രിസ്തുവിൽ കൂടി മാത്രമേ രക്ഷയുള്ളൂ. അതെല്ലാവരോടും നെടുക പറയണം. അംഗീകരിക്കുക അംഗീകരിക്കാതിരിക്കുക അത് അവനവന്റെ ഇഷ്ടം, പറയേണ്ട കടമ നമ്മുടേതാണ്. സ്തോത്രം. വേലയ്ക്ക് ഫലം ഉണ്ടാകണം. ഈ അമ്മ പോയെന്നോർത്ത് മക്കൾ ആരും ഇനിയും സുവിശേഷം, ഒരു മകൻ സുവിശേഷ വേലയാ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഒന്നിനെ കർത്താവിന് കൊടുത്തതാണ് ഏറ്റവും ശ്രേഷ്ഠമേറിയ കാര്യം. ഇന്ന് 2 പിള്ളേരുണ്ടെങ്കിൽ ഒന്നിനെ എഞ്ചിനീയറിംഗിന്, ഒന്നിനെ ഡോക്ടറാക്കാനാ. അത് തെറ്റാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ കർത്താവിന്റെ വേല ചെയ്യുന്നത് ഏറ്റവും ശ്രേഷ്ഠം. ആ അമ്മയ്ക്ക് ആ വെളിപ്പാട് കൊണ്ടായിരുന്നു, മകൻ അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്തല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ. വേലയ്ക്ക് ഫലം ഉണ്ടാകണം. നാം മുഖാന്തരം സഭയിൽ ആത്മാക്കൾ വരണം. നമ്മുടെ സ്വഭാവം വെച്ച് നോക്കി ആരും വരാൻ സാധ്യത ഇല്ല. ചില സമയം ചില ആൾക്കാർ കയറി കഴിഞ്ഞാൽ പിന്നെ പുതിയ ആൾക്കാർ വരികയല്ലോ. അടക്കോഴി ഇരിക്കുമ്പോഴാ, ഇതൊരു മുട്ട ഇടുകയില്ല, വേറൊരു കോഴിയെ കയറ്റി മുട്ട ഇടിക്കത്തുമില്ല. വാത് കഴിഞ്ഞിട്ട് ഇരിക്കും, ഇടയ്ക്കിടയ്ക്ക് 2 കൂക്കും. അവിടെ ഞാൻ വിവരിക്കുന്നില്ല. അപ്പൊ ശ്രദ്ധിക്കുക, വേലയ്ക്ക് ഫലം ഉണ്ടാകണം. 1, ശരീരത്തിൽ യേശു മഹിമപ്പെടണം. 2, വേലയ്ക്ക് ഫലം ഉണ്ടാകണം. 3, താഴത്തെ മാറ്റമുണ്ട്. ഞാൻ ജീവിക്കുന്നത് നിങ്ങൾ നിമിത്തം ഏറെ ആവശ്യം എന്ന് പറഞ്ഞാൽ, ശ്രദ്ധിച്ചേ, ഇത് ഇവിടെ ഭൂമിയിൽ ഞാൻ നിങ്ങൾ ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് പ്രയോജനം ഉണ്ടാകണം. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ സംസാരം കൊണ്ടോ സമീപനം കൊണ്ടോ ചെയ്വനം കൊണ്ടോ പ്രയോജനം വരണം. അതിന് ദൈവം ഏവർക്കും കൃപ നൽകട്ടെ. കർത്താവിന്റെ പേരിൽ അനുഗ്രഹിക്കട്ടെ. സമയം അനുവദിച്ച ചുമതലപ്പെട്ടവർക്ക് നന്ദി. കുടുംബാംഗങ്ങളെ ഓർത്ത് വീണ്ടും പ്രാർത്ഥിക്കും. ശുശ്രൂഷകൾ ദൈവം ഭംഗിയാകട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തിന് ഹല്ലേലൂയ പാടാം. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. മാന്യമായിട്ട് ഈ മാതാവിനെ സംസ്കരിക്കുവാൻ തുടർന്നുള്ള ശുശ്രൂഷകളിൽ കർത്തദാസന്മാര് ദൈവ ശക്തീകരിക്കേണ്ടവർ എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം സ്തോത്രം. ശോഭയേറും ുണ്ടത് കാലമേ ദൂരവിശ്വാസത്താൽ കാതൻ വാസനമോ ഒരുങ്ങി നിൽക്കുന്നോടക്കരെ ചേർന്ന് പാടാം. കോട്ടയത്ത് എത്തേണ്ടത് കൊണ്ട് കടന്നു പോകുന്നു. പ്രാർത്ഥനയിൽ ഓർക്കാം. കർത്തദാസന് നന്ദി. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തു മാത്രം